Welcome. Hello, reception. What can I do for you? Okay, sir. I'll see to you. Thank you. One not 6 flush out work ചെയ്യുന്നില്ല. അവിടെ പോയി എന്താണെന്ന് നോക്കൂ. Yes. Can I help you, sir? Hello. This is Frankie. അയാൾ എന്നെ ബോംബെയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആര്? വേറെ ആരാ? That stupid Frank. മമ്മിക്ക് ഇത് വളരെ ലൈറ്റ് ആണ്. But I don't like him. ഒരു സൈഡിസ്റ്റിനെ പോലെയാ അയാൾ എപ്പോഴും. അതൊക്കെ മാറും എന്റെ മോളെ. അവൻ ചെറുപ്പമല്ലേ. പോരെങ്കിൽ നീ എന്ന് വെച്ചാ അവന് ജീവനാ. എന്റെ മോള് ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്കേ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷിച്ച്? ആ സുബ്ബമ്മയുടെ മകൻ വന്നിട്ടുണ്ട് പാലക്കാട്ടുന്ന്, ഡോക്ടർ. നമ്മളൊന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഗോ ആൻഡ് ചേഞ്ച്. അനന്താ, ലത്തീഷ വരച്ചെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ അറിയാലോ. അല്ല, ആളെവിടെ പോയി? ഇങ്ങനെ പോയാ എങ്ങനെയാ? എന്നാ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാ പറയും സ്റ്റോക്ക് ഇല്ലെന്ന്. எங்களுக்கு ஒரு குத்தி ஒரு மாசத்துக்கு வராது. ஸ்டவ் இருக்கு, அதனால பரவாயில்ல. അല്ല, മോനെ കണ്ടില്ലല്ലോ. അനന്താ, ഡേ അനന്താ, അനന്താ, ഡേ അനന്താ. എന്തമ്മാ? നീ കൊഞ്ചം വെളിയെ വാ. ഞാൻ ഉറങ്ങി. தூக்கத்துல எப்படிடா பேசுறது? அதுல இங்க கொஞ்சம் வேலை இருக்கு. என்னடா எவ்வளவு பெரிய வேலை? ஒரு நிமிஷம் வெளியே வந்துட்டு போ. என்னாச்சு உனக்கு? உடம்பு சரியில்ல. உடம்புக்கு என்னாச்சு? தலைவலிக்குதம்மா. தலைவலியா? வா, நான் விக்ஸ் போட்டு. வேணாம் வேணாம். ஒரு நிமிஷம் தாழேக்கு வா. எதுக்கம்மா நீ போ, நான் தூங்க போறேன். போ. பாடா, அப்புறமா சொல்றேன். எதுக்கு? 2 സിലിണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ ഔദാര്യൊന്നും വേണ്ട. നമ്മളും കാശ് തന്നെയാ കൊടുക്കുന്നത്. വൃത്തിയോട് കാണിച്ചാലേ ഈ മെസ്സിയനി മഹാ ചീത്തയാ. ഇങ്ങനെ വിടാൻ പറ്റില്ല. അവൻ വരട്ടെ, ഞാൻ ചോദിക്കും. ആന്റി പ്ലീസ്, എന്നോടൊന്നും തോന്നരുത്. ഒന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. എനിക്ക് മാപ്പ്. ജീസസ്, എന്തിനാ മാപ്പ് പറയുന്നത്? സത്യമായിട്ടും ആന്റി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനിപ്പോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. പോട്ടുമോനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. യു ഡോണ്ട് വറി. ഐ ആം മിസ്സസ് ഫെർണാണ്ടോ മെസ്സി. ഇതെന്റെ മകള് ലത്തീഷ. ഹലോ. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. അപ്പോ മോൻ പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ, പിന്നെ കാണാം. ഞാൻ മുമ്പ് എവിടെയോ കണ്ടതുപോലെ. എന്താ കണ്ണു കാണുന്നില്ലേ? എവിടെയോ കണ്ടു മറന്ന പോലെ. അണ്ണാ, ഇത് ഞാനാ അണ്ണാ.
മാഡം മാഡം യെസ് ആരാത്? ഗുഡ് മോർണിംഗ്. ആരാ One നിങ്ങള്? second, please. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? I am ജാതകൃഷ്ണ. ജാതകൃഷ്ണ. എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. The sun, moon, planets and rainbow. Oh, wow. മാഡം എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. This is original? ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം. அந்த பையன் உள்ள உட்காந்து சிகரெட் குடிக்கிறேன். அங்கே நீங்க போய் கொஞ்சம் ചോദിര്. നീ എന്തടീ പറയണേ? ഞാൻ ചോദിച്ചാൽ തരില്ല. മക്കളോട് സിഗരറ്റ് ചോദിക്കുന്നത് മോശല്ലേ? இந்த மனுஷന്റെ കാര്യം நீங்க போய் அவனை கொஞ்சம் ശാസിക്കേ. ശാസിക്കാനോ? എതുക്ക്? ഈ വയസ്സുകാലത്ത് അവന്റെ രണ്ട് വാങ്ങിച്ചു തന്നിട്ട് നീ അടങ്ങും. நீங்க தான் அவனை ചീത്തയാക്കരുത്. ഞാനായിട്ട് അവനെ ചീത്തയാക്കണം. നീ പിടിച്ചേ. ഇത്തരം വൃത്തികേട് കാണിക്കരുത്. വാട്ട് ഈസ് ദി പ്രോബ്ലം? മറ്റൊരാളുടെ സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരുമാതിരി മൂന്നാംകട ചീപ്പ് പരിപാടിയാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ളക്ക് മനസ്സിലായിട്ടില്ല. സമാധാനായില്ലേ? ചെന്നിരുന്ന് പഠിക്കടാ. 11 മണി വരേക്കും ഉட்காந்து പഠിക്കണം. ചെന്നിരുന്ന് പഠിക്കടാ. പോതും പോയിരുന്നു വലിക്കും മോനെ, അല്ല പഠിക്കും മോനെ. ഏതാവത് ഡൗട്ട് ഇരുന്നാ എൻകിട്ട കേള്. ഇല്ലാനാ എൻകിട്ട കേള്. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അപ്പാ അപ്പാ എന്നടാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ചാ എന്നാ? എന്തോ അർത്ഥം? ഡിക്ഷണറി പാരടാ. ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പാ ഈ പരിരംഭണോന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ അമ്മ കിട്ട കേള്. കിടന്നുറങ്ങടാ. നിന്നോടല്ല, ഇനി നാളെ കാലത്ത് പഠിച്ചാ മതി. പഠിക്കുന്നു പറഞ്ഞിട്ട് പെണ്ണാഴ്ച കഥ എല്ലാവരും പഠിക്കും. ഉറക്കോ? ഇത് ഞാനാ. എന്താ? ഒരു കോള് വരുന്നുണ്ട്. ബുക്കിംഗ്. പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം. നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. നേരോ? പഠിച്ചവരെ നീ കാത്തു. ഞാൻ നമ്മുടെ പഴയ നമ്പറുമായിട്ട് വരെ വേഗം റെഡിയാവും. തന്റെ സുനാമണി ഇവിടെ ഫോൺ. വേഗം വേഗം വേഗം. വേഗം റെഡിയാവും. ഓക്കെ. അയ്യോ സോറി, ഡേറ്റ് എന്താണ് കാര്യം? സംശയം കേട്ടോ. 21-ാം തീയതി വരെ ഒഴിവാണ്ടേ? എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കും. 21, 2, 3, 4 ഒക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ്. ഉത്സവ സീസൺ അല്ലേ? ഞാൻ എന്ത് ചെയ്യും? പിന്നെ 25-ന് ശേഷമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങള് വേറെ ആളെ ട്രൈ ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ? ആരാണ്? എന്താണ്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? മുല്ലപ്പള്ളി വനയ്ക്കെന്ന്. പോരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക്. ഓഹോ, ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് തന്നെ വരണം. പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ. എന്നാ ഡേറ്റ്? 15-ാം തീയതിക്ക് 30-ന് ഇടയ്ക്ക് എന്നും ആകാം.
അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ. എന്നാലും സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി. തുമ്പിക്കൈയും കൊമ്പും വാലും? നിങ്ങൾ എന്തിന്റെ കാര്യമാണ് പറയണത്? ഹൈ, കുട്ടിശങ്കരന്റെ. കുട്ടിശങ്കരനോ? അതാരാ? ആന. തിരുമേനിക്ക് നടയിരുത്താനാ പൂരത്തിനെ. സാർ സാർ താഴ സാർ സാർ ഈ മാസം 15-ാം തീയതി മുതൽ അടുത്ത മാസം 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത്. അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി. ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളിക്ക് കൊടുക്കാം. ഒരു പ്രയോജനമില്ല കൃഷ്ണ. അയ്യോ പ്രയോജനം ഉണ്ട് സാർ. ഒരു പ്രോഗ്രാമിന് 5000 രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. എന്ത് കേസായാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ. സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ്ബുഷ് ക്നോപ്പ് സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ബുദ്ധിമുട്ടണ്ട. ആസ്ബുഷ് സ്പോൺസറോട് പറഞ്ഞേക്ക് ഇത് നടയിരുത്ത് കേസാണെന്ന്. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോണോ? ഇറങ്ങി പോടുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാം. സ്മോൾ അടിക്കാനുള്ള വഴിയുണ്ടോ? തന്റെ തബലയെടുത്ത് പണയം വെക്കാം. ചങ്കക്കൊള്ള നടത്താനും പോയത് കൃഷ്ണ. നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ? സ്വാമി ചെറുപ്പമല്ലേ, പ്രേമത്തിന്റെ ഇക്കിളി കൊള്ളുന്ന പ്രായമല്ലേ, ഒരു ലൈൻ പിടിപ്പിച്ചാലോ? അതൈഡിയ. കൃഷ്ണൻ ഇരിക്കി ഇരിക്കി. രോമൻ രോമം. എന്താ സുഖം സാറ്? പൂരമാണോ? ചിങ്ങത്തിലെ പൂരം? അതെ. കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ സ്വാമി ഞെട്ടുവോ? നിങ്ങളൊരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട്. അയ്യേ, ആര് ആരെ എന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും. ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയത്തില്ല. അറിയില്ലായിരിക്കാം, പക്ഷെ അറിയണം. കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു. വെറുതെ അല്ല കൃഷ്ണൻ ആൾക്കാർ പൊതിയുന്നത്. കമ്പ്യൂട്ടറിൽ അവിടെ വഴി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കൃത്യ. ഇപ്പൊ ബോധ്യമായോ? ഓ വീണു. മിസ്റ്റർ അനന്തൻ, കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതിയടഞ്ഞ വാതിൽപ്പാളികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ്, പടിവാതിൽ പാതി ചാരിക്കടന്നു പോകും, കരൽ പാതി ചാരിക്കടന്നു പോകും. രോമാഞ്ചൻ രോമാഞ്ചൻ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നേരാണോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്രേമത്തിന്റെ പച്ചപ്പുൽമേട്ടിലേക്ക് പിച്ച വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം നളദമയന്തി കഥയിലെ ഹംസയുടെ ദൂത് പോലെ. ഹംസയല്ല, ഹംസം. അതെ, അതുപോലെ. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിരാകരിക്കാം, സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പ്രമേയം പ്രേമമാണ്. ഒരു മിനിറ്റ്. ലൈം ജ്യൂസ് കഴിക്കല്ലേ? 2 ലൈം ജ്യൂസ്. സോറി, ഞാൻ സപ്ലയർ അല്ല. എസ് ഐ താമരാക്ഷിയുടെ. ചേച്ചിക്ക് എന്നെ അറിയാം. ഐ ആം ജാതക് കൃഷ്ണൻ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്. അച്ഛനെ പോലെ ഓലലെടുത്തൊക്കെ നിർത്തിയോ? അത് ഓൾഡ് സ്റ്റൈൽ, ഇപ്പൊ ന്യൂ സ്റ്റൈൽ. കുട്ടിക്ക് ജാതക പൊരുത്തം വല്ലതും നോക്കണമെങ്കിൽ എസ് ഐ അദ്ദേഹം എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം. കുട്ടിക്കും പൊരുത്തം നോക്കാം. വേണ്ട, താങ്ക്സ്. എന്താ? ഞാൻ കന്യാസ്ത്രീയാൻ പോവാ. കൊഴിഞ്ഞു വീണ ആ പ്രേമപുഷ്പത്തെ കണ്ടില്ലേ? എവിടെ എവിടെ? അതാ, അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. ഒരു ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണ് അവൾ, ലൈല മജീദ് പോലെ. ആണോ? എന്നാ ഞാൻ വരട്ടെ. എത്ര എത്ര ജാതകം കണ്ട കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ? എന്താ കൃഷ്ണ, പഴയ പ്രേമബന്ധം പുതുക്കിയോ? താൻ എന്താ ഈ പറയുന്നേ? പോട്ടെ കൃഷ്ണ, സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താളാ. സ്വാമിക്ക് വേണ്ടി നമ്മൾ മരിക്കും. കൃഷ്ണൻ ആ പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു? അതൊരു പഴയ കഥ. എങ്ങനെ പ്രേമമായേ? ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താണ് കൃഷ്ണ, അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു. യാന്ത്രികമായ പ്രേമം,
fully computerized romance. എന്നിട്ട് പിന്നെ വിശദീകരിക്കാൻ പറ്റൂല സ്വാമി. സ്വാമി, ഞാൻ ഉള്ളത് ചോദിക്കുക. സ്വാമിയുടെ വാസസ്ഥലത്തിനടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ വല്ലവരും ഉണ്ടോ? ഇല്ല. ഇല്ലേ? കൊച്ചി കള്ള. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല. പാവം. പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതിക്കൊണ്ട് പോവാ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു. തറനൂർ താഹ. ആഹാ. ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ലതീഷ. പ്രിയപ്പെട്ട ലതീഷയ്ക്ക് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു. യോ, ഇതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? യോ, ഇതാ വരും. വരാതിരിക്കില്ല. വരും. വരാതിരിക്കില്ല. സ്വാമി കലാകാരനായ ഒരു കാമുകനും ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞു കിടപ്പും. ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ കത്ത് ലതീഷയ്ക്ക് കൊടുക്കുന്നു, മറുപടി മേടിക്കുന്നു. ചേച്ചി നോക്കി, തോട്ടിയുടെ തുണിയെടുക്കാവുന്ന കള്ളൻ. എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നത് നിനക്ക് നന്നല്ല. പറഞ്ഞേ. അയ്യോ, കത്തവിടെ. കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതിയതാ എനിക്ക് ഈ ദിവസം മോശമാണെന്ന്. 2+2 ആയിരുന്നു കാണിച്ചത്, മാനഹാനി. അതുപോലെ 3+4 സ്ത്രീ പീഡനം. പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതൊക്കെ പിന്നെ പറയാം. ആ കത്തവിടെ. മറുപടി കൈ കിട്ടിയപ്പോ താങ്ക്സ് പോലും പറയാതെ പോകുന്ന കാമുകൻ. ഇനി ഇതുപോലെ എത്ര പ്രേമലേഖനങ്ങൾക്ക് ഈ ജാതകകൃഷ്ണ മറുപടി എഴുതാനിരിക്കുന്നു. അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാ അറിയുന്നു.